പ്രിയമുള്ളവർ, ഇന്ന് ശ്രീ ഷാനവാസ് പോങ്ങനാട് രചിച്ച ഗന്ധയാമിനി എന്ന നോവൽ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത നിരൂപകനും കോളേജ് അധ്യാപകനുമായ ഡോക്ടർ എം.എൻ. രാജൻ, അതുപോലെ തന്നെ എഴുത്തുകാരനും മജീഷ്യനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ചന്ദ്രസേനൻ മിതിർമല, നോവലിസ്റ്റ് ശ്രീ ഷാനവാസ് പോങ്ങനാട് എന്നിവരാണ്. നമുക്കറിയാം, ഗന്ധയാമിനി ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാളത്തിലെ ഒരു നോവലാണ്. അത് വികസിക്കുന്നതാകട്ടെ 2002 ഗോദ്ര കലാപം, ഗുജറാത്തിലെ ഗോദ്രയിൽ നടന്ന വംശീയ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ നോവൽ വികസിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണകൂടം വംശീയതയ്ക്കും വർഗീയ കലാപത്തിനും തണലൊരുക്കുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഗുജറാത്തിലെ ഗോദ്ര കലാപത്തിൽ കാണാൻ കഴിഞ്ഞത്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളും മതേതര വിശ്വാസികളും അങ്ങേയറ്റം ഉത്കണ്ഠ രേഖപ്പെടുത്തിയ, നടുക്കുന്ന ഒരു മതവിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒരു കലാപഭൂമിയാക്കി ഗുജറാത്തിനെ ആകെ മാറ്റി എന്നത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ലോകത്തിനു മുമ്പിൽ നാണം കെടുത്തും വിധം അങ്ങേയറ്റം ക്രൂരമായ ബലാത്സംഗങ്ങളും അതിക്രമങ്ങളും വീടുകൾ നശിപ്പിക്കലുകളും ഗർഭിണിയെപ്പോലും തൃശൂലം കൊണ്ടും കുന്തമുനകൾ കൊണ്ടും ആ നിറവയർ കുത്തി പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെപ്പോലും വെറുതെ വിടാതിരുന്ന വർഗീയതയുടെ രൂക്ഷതയാർന്ന അക്രമ സംഭവങ്ങളാണ് ഗുജറാത്തിലുടനീളം വളരെ സംഘടിതമായി നടന്നത്. അന്നത്തെ ഗുജറാത്തിലെ ഭരണകൂടം, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി തന്നെ അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഭരണകൂടം അക്രമികൾക്ക് തണൽ നൽകുകയും ഇരകൾക്കും വിധവകൾക്കും ആ ഗുജറാത്ത് കലാപത്തിൻ്റെ ഭയവിഹൂലതയിൽപ്പെട്ട് ഓടിയൊളിച്ച് പലായനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് എതിരായിട്ടുള്ള വലിയ തോതിലുള്ള നീക്കങ്ങളാണ് സർക്കാർ തലത്തിൽ തന്നെ നടന്നത്. ഒടുവിൽ നമുക്കറിയാം, ബിൽക്കിസ് ബാനുവിൻ്റെ സംഭവം നമുക്കറിയാം. ആ ബിൽക്കിസ് ബാനു സംഭവത്തിൽ ബിൽക്കിസ് ബാനു എന്ന ഗർഭിണിയായ സ്ത്രീയെയും അവരുടെ 3 വയസ്സുകാരിയായ കുട്ടിയെയും അമ്മയെയും സഹോദരിമാരെയും പോലും അക്രമികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒടുവിൽ രക്ഷപ്പെട്ട് ഓടിയെത്തിയ അവരുടെ എല്ലാ കുടുംബാംഗങ്ങളും, 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അനാഥയായി പെരുവഴിയിലാവുകയാണ്. ആ ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ ഒടുവിൽ കുറ്റവാളികളെ CBI അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്ത ആ പ്രതികളെയാകെ, ആ കുറ്റവാളികളെയാകെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് തുറന്നു വിടുകയാണ് ഭരണകൂടം. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ട് ആ പ്രതികൾക്ക് വീണ്ടും ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ജയിൽവാസം ഉറപ്പുവരുത്തിയിരിക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണകൂടം ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ആകെ തകർത്തുകളയുന്ന ഒരു വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ള ഒരു സംഭവം നമുക്കറിയാം. അതാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യസ്നേഹത്തിൻ്റെ കഥ വളരെ ഹൃദയതന്ത്രികളിലൂടെ നെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നോവലിസ്റ്റ് ഷാനവാസ് പോങ്ങനാട്. അപ്പോൾ ഈ നോവൽ പരക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നോവലാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒട്ടേറെ പുസ്തകങ്ങൾ ഇതുപോലെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ചൊരു പുസ്തകമാണ് ഒരു മാധ്യമ പ്രവർത്തകയായ രേവതി ലോളിൻ്റെ വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം. അത് വിവർത്തനമാണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്. ആ വെറുപ്പിൻ്റെ ശരീരശാസ്ത്രത്തിൽ രേവതി ലോൾ, ഒരു മാധ്യമ പ്രവർത്തകയായ രേവതി ലോൾ, ഈ സംഭവത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് അതിൻ്റെ ചരിത്രവും സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം, രേവതി ലോളിൻ്റെ പുസ്തകം. ഞാൻ ആ പുസ്തകം വായിച്ചതുകൊണ്ട് ആ പുസ്തകവും ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ നോവലും സമാന്തരമായി സഞ്ചരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ പാതയെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൻ്റെയും ആശ്രയത്തിൻ്റെയും ഒക്കെ
പാതയൊരുക്കുന്നുണ്ട് നോവലിസ്റ്റ് ഈ നോവലിൽ സ്നേഹബന്ധങ്ങളുടെ ഇഴനീരുകൾ ചേർത്തും കോർത്തുകൊണ്ടും ചേർത്തുകൊണ്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോവൽ മലയാള സാഹിത്യത്തിലും മലയാളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക നഭസിലും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നോവലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നോവൽ ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ നോവലിൻ്റെ വായനയ്ക്ക് വിധേയമാക്കിയ രണ്ടുപേർ കൂടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ എം.എൻ. രാജൻ സാറ് നിരൂപകനാണ്, കോളേജ് അധ്യാപകനാണ്. അദ്ദേഹം ഈ നോവലിൻ്റെ ഘടനയെയും അതിൻ്റെ വർത്തമാനത്തെയും അതിൻ്റെ സഞ്ചാരപദങ്ങളെയും കുറിച്ച് നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഇന്നത്തെ പുസ്തകത്തിൻ്റെ കർത്താവായ പ്രിയപ്പെട്ട ശ്രീ ഷാനവാസ് പോങ്ങനാട്, ഈ നോവൽ രചിക്കാനിടയായ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് ശ്രീവരാഹമുരളി വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ഒരുപക്ഷെ ഈ നോവൽ വായനയ്ക്കെടുക്കുമ്പോഴോ ചർച്ചയ്ക്കെടുക്കുമ്പോഴോ നമ്മൾ ആദ്യം അതിൻ്റെ പശ്ചാത്തലമായി മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതകൾ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യ കടന്നുപോയ ഏതാനും ഇരുണ്ട ദിനങ്ങളെ പശ്ചാത്തലമാക്കുന്ന ഈ നോവൽ, അതിന് അനുയോജ്യമായ ഒരു പേരും ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്, ഗന്ധയാമിനി. കേൾക്കുമ്പോൾ മനോഹരമായതോ പുഷ്പത്തിൻ്റെ പേര് പോലെ നമുക്ക് തോന്നാം. പക്ഷേ എത്രയോ വിരുദ്ധമായ അർത്ഥമാണ് ഈ വാക്കിനും അതിൻ്റെ സംയോജനത്തിനുമുള്ളത്. യാമിനി എന്ന് പറഞ്ഞാൽ ഇരുളാണ്, രാത്രിയാണ്. ഗന്ധയാമിനി എന്നാകുമ്പോൾ പലതരം ഗന്ധം, ഏത് ഗന്ധവുമാവാം, മണം ആവാം, ദുർഗന്ധമാവാം, അതുള്ള രാത്രി എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. പക്ഷേ രണ്ട് തരത്തിലുള്ള അർത്ഥം ആ പദയോജനയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, രക്തഗന്ധയാമിനി എന്ന നിലയിൽ ഈ പുസ്തകത്തിൻ്റെ ശീർഷകത്തെ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യരക്തം ചിന്തിയതിൻ്റെ, അതിൻ്റെ ഗന്ധം ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിൽ പരന്നതിൻ്റെ രാത്രികളെ ഓർമ്മിപ്പിക്കുന്നത് എന്നർത്ഥത്തിൽ രക്തഗന്ധയാമിനി എന്ന നിലയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഈ ഗന്ധം എന്ന വാക്കിന് മലയാളത്തിൽ അധികം ഉപയോഗിക്കാത്ത വളരെ അപൂർവമായൊരർത്ഥമുണ്ട്. ഗർവ് എന്നാണ്, അറഗൻസ്. ആ ഗർവിൻ്റെ രാത്രികളെ പശ്ചാത്തലമാക്കുന്ന മതാധികാര ഗർവിൻ്റെ രാഷ്ട്രീയത്തെ പശ്ചാത്തലമാക്കുന്ന നോവൽ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഈ ശീർഷകത്തെ വായിക്കാം എന്ന് തോന്നുന്നു. ഇത് ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2002 ആണ് ഈ നോവലിൻ്റെ കഥ ആരംഭിക്കുന്നത്. പക്ഷേ നോവലിൻ്റെ ഏതാണ്ടൊരു മുക്കാൽ പങ്കോളം ഇടയ്ക്കിടെ അവ്യക്തമായി ആ കലാപത്തിൻ്റെ ആ പശ്ചാത്തലത്തെ ഒന്ന് സൂചിപ്പിക്കുന്നതല്ലാതെ അതിനെ മുഖ്യ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല. എന്നാൽ നോവലിൻ്റെ പകുതി കഴിഞ്ഞാൽ പ്രധാനമായും ആവിഷ്കരിക്കപ്പെടുന്ന ഒരു കഥാപശ്ചാത്തലം എന്നത് ഗുജറാത്ത് കലാപത്തിൻ്റേത് തന്നെയാണ്. നോവലിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഇതിലെ കേന്ദ്ര കഥാപാത്രം കനകരാജൻ എന്ന കഥാപാത്രം, പിന്നീട് നോവൽ മുൻപോട്ട് നീങ്ങുമ്പോൾ വൃദ്ധന്മാർക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം സാന്ത്വനം എന്ന പേരിൽ നടത്തുന്ന സുധീശൻ എന്നിങ്ങനെ 2 വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നോവൽ മുൻപോട്ട് പോകെയാണ് നമ്മൾ അറിയുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരകളായിരുന്നു ഇവർ എന്ന്. കൂടെയുള്ളവരെ നിഷ്ഠുരമായി വധിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന, പ്രാണനും കൊണ്ട് പലായനം ചെയ്ത 2 മനുഷ്യരാണ് അഭയത്തിനായി നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. അത് വളരെ സസ്പെൻസിൻ്റെ രീതിയിൽ കഥയുടെ ഏതാണ്ട് പകുതി കഴിയുന്നത് വരെ നിലനിർത്തിയിട്ടുണ്ട്. നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് വന്നിറങ്ങുന്ന അപരിചിതനായൊരു മനുഷ്യൻ
അയാൾ സംസാരിക്കുന്നതിൽ നിന്ന് മലയാളിയാണെന്ന് ബോധ്യപ്പെടുന്നു. അയാളുടെ പൂർവികൻ്റെ അച്ഛൻ്റെ പേര് പറയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ താമസ സൗകര്യമൊരുക്കുന്നു. അയാൾ കീഴ്പേരൂർ എന്ന ഗ്രാമത്തിൽ താമസമാകുന്നു. അവിടെ എല്ലാ ആളുകൾക്കും വേണ്ടപ്പെട്ടയാളായി, പ്രിയപ്പെട്ടയാളായി മാറുന്നു. ആ നാടിൻ്റെ ഒരു ചരിത്രം വീണ്ടെടുക്കുന്ന ഒരാളായി, ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലേക്ക് തന്നെ അദ്ദേഹം മാറുന്നുണ്ട്. പിന്നീടാണ് ആ മനുഷ്യനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അസ്വാസ്ഥ്യങ്ങൾ, അസ്വാരസ്യങ്ങൾ, അയാളുടെ നൊമ്പരങ്ങൾ, അയാൾ പൂർണ്ണമായും അപൂർണമായും എന്ന മട്ടിൽ പലരോടും സൂചിപ്പിക്കുന്നത് എന്നിവയിൽ നിന്നാണ് പതുക്കെ ആ മനുഷ്യൻ്റെ പലായനത്തിന് മുൻപുള്ള ജീവിതം, ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലം ചുരുൾന്നു വരുന്നത്. ഇന്ത്യ നമുക്കറിയാം പല കാലങ്ങളിലും മതത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 2 നൂറ്റാണ്ടായിട്ടെങ്കിലും അനവധി മതങ്ങളുടെ സംഗമഭൂമിയുമാണ് ഇന്ത്യ. പക്ഷേ ഈ മതങ്ങൾ, ലോകത്തുള്ള പ്രധാനപ്പെട്ട മതങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുമുണ്ട്. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ സമയക്കുറവ് കൊണ്ട് വളരെ വിശദമായ ചർച്ചയിലേക്ക് പോകുന്നില്ല, ചെറിയ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചേ പോകുന്നുള്ളൂ. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മതം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന ചോദ്യമാണ്. അതാണ് ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മതത്തിൻ്റെ റെലവൻസ്, പ്രസക്തി എന്താണ് മനുഷ്യജീവിതത്തിൽ? എല്ലാ മതങ്ങളും അവരുടെ പൗരോഹിത്യവും നമ്മളോട് ആവർത്തിച്ചു പറയുന്നത് സ്നേഹം, മനുഷ്യസ്നേഹം, സാഹോദര്യം, അതുതന്നെയാണ് ദൈവസ്നേഹം എന്നൊക്കെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ ഫലത്തിൽ നമ്മൾ കാണുന്നത് മതപരമായി മനുഷ്യനെ വേർതിരിക്കുന്ന, വിഭാഗീകരിക്കുന്ന, വ്യത്യസ്തനായി തന്നെ കാണുന്ന ഒരു രീതി, സംസ്കാരം ഈ മതങ്ങൾ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. എല്ലാ പുരോഹിതന്മാരും ചില വിശിഷ്ട വ്യക്തികളുടെ വാർഷികാഘോഷങ്ങളിലൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സാഹോദര്യത്തിൻ്റെ വലിയ തേനൂറുന്ന വാക്കുകളൊക്കെ പറയുന്നത്. പക്ഷെ എവിടെയെങ്കിലും ഒരു നുള്ളേറ്റാൽ അസഹനീയമായി അത് കണക്കാക്കുകയും ചോര പൊടിയുന്ന വിധത്തിൽ കലാപത്തിലേക്ക് വളരുകയും ചെയ്യുന്ന തരത്തിൽ ഊതിവീർപ്പിക്കപ്പെട്ട ഒരു സാഹോദര്യം മാത്രമാണ്, മനുഷ്യസ്നേഹം മാത്രമാണ് മതങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നാണ് ഈ നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ആശയം. പല ചെറിയ ആശയങ്ങൾ, അനവധി ജീവിത ബന്ധങ്ങൾ എന്നിവ കോർത്തിണക്കിയെടുത്ത ഒരു കഥാതന്തുവാണ് ഗന്ധയാമിനിയുടേത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാതന്തു നമ്മൾ ഈ സൂചിപ്പിച്ചത് തന്നെയാണ്. ഗുജറാത്ത് കലാപത്തിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട 2 മനുഷ്യർ കേരളത്തിലെത്തി വ്യത്യസ്തമായൊരു ജീവിതം പടുത്തുയർത്തി വളരുന്നതിൻ്റെ കഥ. അതിലൊരാൾ ബറോഡ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര അധ്യാപകനായിരുന്നു. അയാളാണ് നായക കഥാപാത്രം കനകരാജൻ. പക്ഷേ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അയാൾ നാടുമായി ഇഴുകിച്ചേരുകയും നാടിൻ്റെ ഭൂതകാലം കണ്ടെത്താൻ, അതിൻ്റെ ചരിത്രം വീണ്ടെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കനകരാജൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ പരിശ്രമത്തിലൂടെ, ചരിത്ര ഗവേഷണത്തിലൂടെ ഈ നോവലിൻ്റെ സുപ്രധാനമായ മറ്റൊരു ആശയം കൂടി ഇതിൽ വിടർന്നു വരുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ വേണാടിൻ്റെ പഴയകാല ചരിത്രം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം. വാസ്തവത്തിൽ ഇത് ഇപ്പോൾ മലയാള നോവലിൽ ഒരു ക്ലീഷയായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധം ഈ ഭൂതകാല ചരിത്രം വീണ്ടെടുക്കാൻ, ദേശചരിത്രം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഒട്ടേറെ നോവലുകളിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ പഴയ വേണാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എത്രയോ നോവലുകൾ മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭരണാധികാരികളെ വീണ്ടുവിചാരം ചെയ്യുന്ന, ഭരണകാലത്തെ ചോദ്യം ചെയ്യുന്ന, പ്രഖ്യാത ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയതിൽ നിന്ന് ഭിന്നമായ, പ്രത്യേകിച്ചും ഘടകവിരുദ്ധമായ രീതിയിൽ ചരിത്രത്തെയും ചരിത്ര നായകന്മാരെയും വായിക്കുന്ന ഒരു രീതി മലയാള നോവൽ നടത്തി വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചരിത്രകാരന്മാർ പിന്നിലേക്ക് മാറി നിൽക്കുമ്പോൾ നോവലിസ്റ്റുകൾ അവരുടെ മൗനത്തെയോ അവരുടെ നിശബ്ദതയെയോ ഒക്കെ മുതലെടുത്തുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നോവലിസ്റ്റുകൾ ചരിത്രത്തെ പുനർവായിക്കാനുള്ള ഒരു ശ്രമം നടത്തി വരുന്നൊരു കാലമാണിത്. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു പുനർവായനയുടെ തലം കനകരാജൻ്റെ ഗവേഷണ ശ്രമങ്ങളിലൂടെ ഈ നോവലിൽ നിലനിർത്തുന്നു. മൂന്നാമതൊന്ന്, ഭരണകൂടത്തിൻ്റെ മനസാക്ഷിയില്ലാത്ത ഫയൽ രൂപപ്പെടുത്തലിൻ്റെയും ചലനത്തിൻ്റെയും ഒരു രീതി, ഔദ്യോഗികമായ
ഒരു ക്രമത്തിൻ്റെ സ്വഭാവം ഇതിനകത്ത് വരുന്നുണ്ട്. രഞ്ജിനി എന്നൊരു കഥാപാത്രത്തെ, കളക്ട്രേറ്റിലെ ക്ലർക്കായ രഞ്ജിനി എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഭർത്താവ് ആന ചവിട്ടി മരണപ്പെട്ടതിൻ്റെ പേരിൽ തനിക്കൊരു സർക്കാർ ജോലി വേണമെന്നാവശ്യപ്പെട്ടുള്ള സുജാത എന്നൊരു സ്ത്രീയുടെ പരാതിയും, ആ പരാതിയുടെ ഫയൽ മുമ്പോട്ട് പോയി മുഖ്യമന്ത്രിയുടെ തലത്തിൽ വരെ എത്തുകയും അത് നിഷേധിക്കപ്പെടുകയും വീണ്ടും ആ പരാതി അപേക്ഷ മുമ്പോട്ട് പോയി അത് രഞ്ജിനി എന്ന കഥാപാത്രം അവരുടെ ഒരു ജീവിത വ്രതമായി ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയി ജോലി സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ക്ലേശകരമായൊരു കഥാതന്തു വളരെ പരോക്ഷമായിട്ടാണെങ്കിലും ഇതിനകത്ത് നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം പ്രണയത്തിൻ്റെ പല നൂലിഴകളെ ഇതിനകത്ത് മധുരതരമായി വിന്യസിച്ചിട്ടുണ്ട് ഈ നോവലിൽ. അതാണ്, ഒരിടത്ത് കലാപമാണ് കഥയുടെ കേന്ദ്രമായ പശ്ചാത്തലമായി നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും അതിലിപ്പുറത്തേക്ക് മനുഷ്യൻ ആർജിക്കേണ്ട സ്നേഹത്തിൻ്റെ ഔന്നത്യത്തെ കാണിക്കുന്ന തരത്തിലുള്ള ഒന്നിലേറെ പ്രണയത്തിൻ്റെ അംശങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഗുജറാത്ത് കലാപത്തിൽ നിന്ന് പലായനം ചെയ്തു വന്ന 2 പേരും പ്രണയത്തിൻ്റെ നഷ്ടമറിഞ്ഞവരാണ്. കനകരാജൻ എന്ന കഥാപാത്രം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു മുസ്ലിം അധ്യാപകൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും തന്നോടൊപ്പം ചേർത്ത് കുടുംബജീവിതം നയിച്ചു പോരുകയായിരുന്നു. പക്ഷേ തൻ്റെ കൺമുമ്പിൽ വെച്ച് കലാപകാരികൾ ആ സ്ത്രീയെ കൊല്ലുന്നു. അവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ചാണ് അദ്ദേഹം ഓടിപ്പോരുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്തിരുന്ന സുധീശൻ എന്നൊരു കഥാപാത്രത്തെയും അദ്ദേഹം കൂടെ കൊണ്ടുപോരുന്നു. ആ സുധീശനാകട്ടെ മാധുരി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുമായി സഹഗവേഷകയുമായി പ്രണയത്തിലായിരുന്നു. അവൾ വീട്ടിൽ പോയിട്ട് തിരികെ വരുമെന്ന് കരുതുന്ന ദിവസമാണ് ഈ കലാപം നടക്കുന്നത്. അവളെ കണ്ടെത്താൻ കഴിയാതെ അയാളും പോന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിൽ ഇവരെല്ലാം തിരിച്ചെത്തുമ്പോഴാണ്, കനകരാജൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോഴാണ് അവിടെ വകുപ്പ് അധ്യക്ഷയായി ഈ മാധുരി ഇരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യവും ഒരു സംഗമവും ചിത്രീകരിച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ സഫലമാകാത്ത അല്ലെങ്കിൽ സഫലമായി എന്ന് കരുതുമ്പോഴും ദുരന്തം വന്ന് വേർപെടുത്തുന്ന നിരവധി പ്രണയങ്ങളുടെ കഥ. സുജാത ത്യാഗോജ്വലമായി ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, നാട്ടിലെ ഒരു പ്രധാന കഥാപാത്രത്തെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിലൂടെയാണ് ഗ്രാമത്തിൻ്റെ ഒരു സവിശേഷമായ അധികാര ഘടനയും വിഷയലമ്പടത്വവും ഒക്കെ ഇതിനകത്ത് വരുന്നത്. പൊന്നപ്പൻ പിള്ള എന്നൊരു കഥാപാത്രം, അയാൾ വലിയ പാർട്ടി പ്രവർത്തകനും പഞ്ചായത്ത് പ്രസിഡൻറ്റും പണക്കാരനും ഒക്കെയാണ്. പക്ഷേ അയാളുടെ ഇരുളായിക്കഴിഞ്ഞാൽ അയാളുടെ ജോലി സ്ത്രീകളെ വേട്ടയാടുക എന്നതാണ്. അങ്ങനെ അയാൾ വേട്ടയാടിയ മാധവി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഭർത്താവിനെ അയാൾക്ക് തന്നെ കൊല്ലേണ്ടി വരികയും പിന്നീട് മാധവി ഇയാളോടൊപ്പം ബന്ധപ്പെടാൻ തയ്യാറല്ലാതെ വരുമ്പോൾ അവളുടെ മകളിലേക്ക്, സുജാത എന്ന മകളിലേക്ക് ഇയാളുടെ ഭോഗലാലസത കടന്നു പോവുകയും അവളുടെ ജീവിതവും ദുരന്തപൂർണ്ണമാക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നീട് പല ഘട്ടങ്ങളിലായി പൊന്നപ്പൻ പിള്ളയ്ക്കുണ്ടാകുന്ന പരാജയവും ഇതിലെ ഒരു പ്രധാന കഥയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ എന്ന് പറയാം, അവിടെയുള്ള ഭൂതകാല ചരിത്രം, ഒരു ഗ്രാമാന്തരീക്ഷം, അവിടുത്തെ അധികാരഘടന, അവിടുത്തെ മനുഷ്യബന്ധങ്ങൾ, അവിടുത്തെ ദാരിദ്ര്യം, അവിടുത്തെ ആളുകളുടെ സൗഹൃദം, അവിടുത്തെ രാഷ്ട്രീയം എന്നിവയോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ആഗോളതലത്തിലും ചർച്ച ചെയ്യപ്പെട്ട മതരാഷ്ട്രീയവും ആണ് ഈ നോവലിൻ്റെ പ്രധാന ധാരയായി വരുന്നത്. ആ നിലയിൽ നമുക്ക് ഇനിയും വായിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാനുള്ള, ഇവിടെ ശ്രീവരാഹമുരളി സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഇനിയും തുടർ ചർച്ച ചെയ്യാനുള്ള സാധ്യത ഈ നോവലിൻ്റെ കഥാലോകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. ഒട്ടേറെ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ശ്രദ്ധേയരായ ഒട്ടേറെ കഥാപാത്രങ്ങൾ, കഥാതന്തുക്കൾ ഇതെല്ലാം ഉണ്ട്. രാഷ്ട്രീയ സംഭവങ്ങളുണ്ട്, മതസംഭവങ്ങളുണ്ട്. ഇതിനോടുള്ള നമ്മുടെ ഒരു പ്രതിരോധം ഒക്കെ തീർക്കാൻ പാകത്തിനുള്ള വായനയ്ക്ക് വിഭവങ്ങൾ ഈ നോവലിലുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഷാനവാസിൻ്റെ ശ്രദ്ധ കാലത്തെ ഈ നോവലിൽ വിദഗ്ധമായി തുന്നിച്ചേർക്കുന്നതിൽ എവിടെയോ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാലം ഇതിനകത്ത് ഇപ്പോൾ 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നോവലിലെ പ്രധാന കഥ ആരംഭിക്കുന്നത്. ഏതാണ്ട് നമ്മൾ തൊട്ട് മുമ്പ് വരെ 2024 എന്ന് വേണമെങ്കിൽ പറയാം വരെ നീളുന്ന ഒരു കഥാലോകം ഇതിനകത്തുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ചരിത്ര സംഭവങ്ങളെ
നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നും PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭ സ്ഥാനമൊഴിഞ്ഞത് എന്നും ഒക്കെയുള്ള കൃത്യമായ കാലസൂചനകളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എവിടെയോ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ കൂട്ടിച്ചേർക്കുന്നതിലുള്ള വർഷപരമായ ബന്ധം അത്ര കൃത്യമായോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. പിന്നെ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ ആഖ്യാനത്തിൽ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നി. 2002 ലൈവായി ആവിഷ്കരിക്കുമ്പോഴും 2006 സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. സദാം ഹുസൈനെ അമേരിക്കൻ പടയാളികൾ വെടിവെച്ച് കൊല്ലുന്നതും ഇവരിതുപോലെ പ്രതിഷേധിക്കും നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത്. അത് ആ സംഭവം 2006 ഇപ്പോൾ 2002 പശ്ചാത്തലത്തിൽ എന്ന് പറയുമ്പോൾ 2006 ക്യാരി ഓവർ ചെയ്യുന്നത് എഴുതിയ കാലം പിന്നീടായതുകൊണ്ടാണ്. അങ്ങനെയുള്ള ചില സൂക്ഷ്മമായ ശ്രദ്ധക്കുറവുകൾ നോവലിൽ തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന്, വളരെ ഇമോഷണലായി, വളരെ വൈകാരികമായി നമുക്ക് കാണാവുന്ന അനവധി ജീവിത മുഹൂർത്തങ്ങൾ ഇതിലുണ്ട്. സുധീശനും മാധുരിയും നോവലിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടുമുട്ടുന്നത്, സുജാതയുടെ ജീവിതം, അങ്ങനെ അനവധി കഥാപാത്രങ്ങളുടെ ജീവിതമെല്ലാം വൈകാരികമായി തന്നെ നമ്മളെ സ്വാധീനിക്കും. ചിലപ്പോൾ കണ്ണ് നനയിക്കുന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ആ കഥാപാത്രങ്ങൾ കടന്നു പോകുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സാക്ഷ്യം വഹിച്ച് നമ്മൾ പോകുമ്പോഴും സംഭവങ്ങളുടെ, പ്രത്യേകിച്ചും ഈ ഗുജറാത്ത് കലാപം പോലെയുള്ളതിൻ്റെ കുറേ വിവരണം നൽകുന്നുണ്ട് എന്നത് മാറ്റിയാൽ ആ കലാപത്തിൻ്റെ രാഷ്ട്രീയമായ പശ്ചാത്തലത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകാനുള്ള ഒരു ശ്രമം അവിടെ നടത്തിയിട്ടില്ല. വായനക്കാരനിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എങ്കിലും എഴുത്തുകാരൻ അതിൻ്റെ അരികിൽ വരെ പോയി നിന്നുകൊണ്ട് നമ്മളെ കാഴ്ച കാണിക്കുന്ന ഒരു പ്രതീതിയേ വരുന്നുള്ളൂ. മുമ്പും ഷാനവാസിൻ്റെ ഒരു നോവലിനെ കുറിച്ച് പറയുകയും എഴുതുകയും വരികയും ചെയ്തപ്പോൾ ഞാൻ ഉപയോഗിച്ച ഒരു വാക്യം തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. മാധ്യമീകരണത്തിൻ്റെ ഒരു രീതി ഷാനവാസ് പിന്തുടരുന്ന, ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാവാം, ഒരു രചനാതന്ത്രം ഈ നോവലിലും ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ രീതി. ആ റിപ്പോർട്ടിങ്ങിൽ സ്വാഭാവികമായും ചില ഇൻസിഡൻസിനെ വിവരിക്കുമ്പോൾ വൈകാരികത ഉണ്ടാവാം. ആ നിലയിലുള്ള ഒരു ആഖ്യാന തന്ത്രം അദ്ദേഹം ഈ നോവലിലും തുടർന്നു പോരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മോശമാണെന്നല്ല, അത് സമീപകാലത്ത് നമ്മുടെ മലയാള നോവലിൽ, അനവധി നോവലുകളിൽ വരുന്നൊരു രചനാതന്ത്രമാണ് മാധ്യമീകരിക്കപ്പെട്ട. നമുക്കറിയാം, സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പ്രസിദ്ധമായൊരു കഥ തന്നെ ആ കാലത്ത് ഉണ്ടായി, ഒരു 10-20 വർഷത്തിന് മുമ്പ് വന്ന ഈ മാധ്യമീകരണത്തിൻ്റെ രചനാതന്ത്രത്തെ ഉപയോഗിച്ചിട്ടുള്ള കഥയാണ്. അത് ആ നിലയിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു തലം ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒരു ആഖ്യാനതന്ത്രമാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ, സമകാല സമൂഹത്തിൻ്റെ, ഇന്ത്യൻ സമൂഹത്തിൻ്റെയും കേരളീയ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയവും മതപരവുമായ അംശങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു നോവലായിരിക്കുമ്പോൾ തന്നെ ഇത് ആധുനികതയുടെ കാലത്തെ നോവലിൻ്റെ ചില എലിമെൻറ്റ്സ് അവസാന ഭാഗത്ത് നിലനിർത്തുന്നതായും എനിക്ക് തോന്നി. നോവലിൻ്റെ അവസാന ഭാഗത്തെ ചില വാക്യങ്ങൾ ഏതൊക്കെ കഥാപാത്രങ്ങളെ സംബന്ധിക്കുന്നതാണ് എന്ന കാര്യത്തിൽ നേരിയൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സമകാല നോവലുകളിൽ ഇങ്ങനെ കഥയുടെ പര്യവസാനത്തെ സംബന്ധിച്ചൊന്നും അവ്യക്തത, ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ അവസാന വാക്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോരാറുള്ളത് പോലെയുള്ള ഒരു അവ്യക്തത ഒന്നും സമകാല നോവലിൽ പൊതുവേ ഇല്ല. എങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാവുകത്വം വളർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച ഒരു രീതിയാവാം. അങ്ങനെ ഒരു അവ്യക്തതയുടെ അംശം അതിൻ്റെ രചനാഘടനയിൽ എനിക്ക് തോന്നി എന്നതാണ് ഈ നോവലിൻ്റെ ഈ പറഞ്ഞ 2-3 കാര്യങ്ങളാണ് നോവലിൻ്റെ ശില്പഘടനയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നേർത്ത വിയോജിപ്പുകൾ, അല്ലെങ്കിൽ എൻ്റെ വായനയിൽ തോന്നിയ ചില വിമർശന രീതികൾ. മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഗന്ധയാമിനി എന്നത് ഇനിയും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നാം ജീവിക്കുന്നത് കൂടുതൽ ഇരുണ്ട കാലത്തിലേക്കാണോ എന്ന് ആശങ്കിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മതം രാഷ്ട്രീയത്തെയും ആലിംഗനം ചെയ്യുകയും മതരാഷ്ട്രീയമെന്നോ രാഷ്ട്രീയ മതമെന്നോ പറയാവുന്ന ഒരവസ്ഥ പതുക്കെ നമ്മുടെ ചുറ്റുപാടുകളെ ഗ്രസിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരം എഴുത്തുകാർ ഉണരട്ടെ, കൂടുതൽ ജാഗ്രതായി അത്തരം വിഷയങ്ങളിലേക്ക് വായനക്കാരുടെ കൂടി ശ്രദ്ധ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും വിമർശനവും അതുപോലെ തന്നെ നോവൽ ഘടനയെ സംബന്ധിച്ചിട്ടുള്ള സഞ്ചാര വഴികളെ സംബന്ധിച്ചും ഡോക്ടർ എം എൻ രാജൻ സാറ് വളരെ സംക്ഷിപ്തമായി നോവലിലേക്ക് കടന്നു ചെന്ന് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഡോക്ടർ കനകരാജൻ എന്ന
ഒരു മതേതര ചരിത്രകാരനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ സഞ്ചാരം മുമ്പോട്ട് നീങ്ങുന്നത്. ആ ചരിത്രകാരൻ രാജ്യത്തിൻ്റെ തനതായ ചരിത്രത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ആധുനിക ഇന്ത്യയിൽ ചരിത്ര ഗവേഷണ കൗൺസിലിൽ ഉൾപ്പെടുന്ന പ്രഗത്ഭരായ ചരിത്രകാരന്മാരെ കൊണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം തിരുത്തി എഴുതുകയാണ്, അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ചരിത്രകാരന്മാരും വ്യത്യസ്ത ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വർത്തമാനകാല പശ്ചാത്തലം സൃഷ്ടിക്കുവാനും ഷാനവാസ് പോങ്ങനാടിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വരും നാളുകളിൽ, വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഈ നോവൽ വായനയ്ക്കെടുക്കുമ്പോഴെല്ലാം, ഇനിയും എത്രയോ തലമുറകൾക്ക് ശേഷമാണെങ്കിലും ഈ ചരിത്രങ്ങളെ തമ്മിൽ വിമർശനപരമായും താരതമ്യം ചെയ്തും നമുക്ക് നോവലിനെ വായിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നോവലിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇനി നമ്മുടെ പ്രസിദ്ധനായ എഴുത്തുകാരനും മജീഷ്യനും ശാസ്ത്ര പ്രചാരകനും ഒക്കെയായ ശ്രീ ചന്ദ്രസേനൻ മിതിർമല എങ്ങനെയാണ് ഈ നോവൽ വായനയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് നോക്കാം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഗന്ധയാമിനി ഇറങ്ങിയ സമയം തന്നെ വായിക്കുവാനും അതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കുവാനും സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വലിയ ഇഷ്ടമാണ്. ഇത് ഗന്ധയാമിനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിലം തൊട്ട നക്ഷത്രങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഷാനവാസിൻ്റെ ഒരു ദൗർബല്യമാണ്. എപ്പോഴും നക്ഷത്രങ്ങൾ അദ്ദേഹത്തിന് എപ്പോഴും കൂടെ ഉണ്ടാകും, എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഈ നിലം തൊട്ട നക്ഷത്രങ്ങളിൽ എന്തുകൊണ്ടാണ്, അതായത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വന്നപ്പോൾ പോലും പ്രതീക്ഷ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്താപത്തിലുണ്ടായ ചില പ്രതികരണങ്ങളാണ്. എപ്പോഴും അങ്ങനെയാണ്. വൈകാരികതയിൽ നിന്നും ഉരുത്തിരിയുന്ന വിപ്ലവങ്ങൾ എപ്പോഴും അതൊരു കലാപമായി മാറും, അതൊരു യഥാർത്ഥ വിപ്ലവമായി മാറില്ല. അതേ സാഹചര്യം തന്നെയാണ് ഗന്ധയാമിനിയിലും ചർച്ച ചെയ്യുന്നത്. വൈകാരികതയിൽ നിന്നും ഉയർക്കൊള്ളുന്ന വിപ്ലവങ്ങളാണ്, രണ്ടിലും അങ്ങനെയാണ്. മറ്റതും തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അതാണ് നിലം തൊട്ട് വന്നത്. ഈ ഗന്ധയാമിനി രാജൻ സാറ് പറഞ്ഞതുപോലെ രാത്രിയാണ്. അതിനൊരു വിശേഷണം കൂടിയുണ്ട്, നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി. അതാണ് ഗന്ധയാമിനി, അല്ലെങ്കിൽ യാമിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഗന്ധം മാറ്റി അർത്ഥം. അതുപോലെ ഈ യാമിനിക്ക് കാളിന്തി എന്നും യമുന എന്നും അർത്ഥമുണ്ട്. എനിക്ക് ഇത് മനസ്സിലായത്, ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശക്തി പകരുവാനുള്ള പ്രവർത്തനം നടത്തൽ ഷാനവാസിൻ്റെ ഒരു രചനാ രീതിയാണത്. ഏതിലും അത് നിലനിർത്ത നക്ഷത്രത്തിനും അതിന് ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ ശക്തമായ രീതിയിൽ പറയേണ്ടത് പറയുന്ന ഒരു രീതി അവലംബിച്ചിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും. അതായത് കാളിന്തിയായും യമുനയായും വരുന്ന സ്ത്രീജനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരിക്കലും നമ്മൾ ഈ യമുനയ്ക്ക് കൊടുക്കുന്ന പവിത്രത കാളിന്തിക്ക് കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു ചിന്താ രീതി, കാളിന്തി വേറെ യമുന വേറെ എന്നുള്ളത്. പക്ഷേ കാളിന്തിയിൽ നിന്ന് യമുനയിലേക്കുള്ള പരിണാമം ഇതിനകത്ത് സിദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് വരുന്ന ആളാണ് ഈ സുജാത എന്ന് സാറ് സൂചിപ്പിച്ച ഒരു കഥാപാത്രം. അതായത് സ്വന്തം അമ്മയുടെ അച്ഛനെ കൊന്ന അമ്മയുടെ കാമുകൻ്റെ കുട്ടിയെ പ്രസവിക്കേണ്ടി വന്ന സുജാത. ഒന്ന് ആലോചിച്ച് നോക്കിയതിൻ്റെ ഒരു ഗതികേടെന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ജന്മത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിപത്താണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രതിസന്ധികളിലൂടെ ജീവിക്കുമ്പോഴും ഈ സുജാത എന്ന് പറയുന്ന സ്ത്രീയിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയിൽ സമൂഹത്തോടൊരു അവജ്ഞ ഉണ്ടാകുന്നില്ല. ഏവരെയും സഹായിക്കണമെന്നൊരു ചിന്താഗതി മാത്രം ആ കഥാപാത്രം വച്ച് പുലർത്തുമ്പോൾ അത്രയ്ക്കൊന്നും തീവ്രമായ അനുഭവമൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടിയും രഞ്ജിനി എന്ന് പറയുന്ന കഥാപാത്രം സമൂഹത്തെ അപ്പാടെ വെറുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ രണ്ട് ചിന്താധാരകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമം അതിനകത്ത് നടത്തിയിട്ടുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചവരാണ്, ഒരാൾ ജോലിയുള്ളയാൾ, മറ്റൊരാൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ. ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് ഇവർ ഗംഗയും യമുനയും എന്നുള്ള രീതി സങ്കല്പിച്ചപ്പോൾ രണ്ടുപേരും ഒഴുകി വന്നെത്തുന്നത് സുധീശൻ്റെ ഈ ആശ്രമത്തിലാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും വന്നെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ രചന രീതി. ഇപ്പം ഷാനവാസിൻ്റെ ഈ
അപ്രതീക്ഷിതമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുക എന്നുള്ള ഒരു രീതി, രചനാ രീതി ഷാനവാസിൻ്റെ എല്ലാ കൃതികളിലും ഉണ്ട്. അത് ഷാനവാസ് എടുത്തിട്ടുള്ള ഏത് കൃതി എടുത്ത് നോക്കിയാലും ഈ അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം ഉണ്ടാക്കി എടുക്കുക, അതിനൊരു വ്യത്യസ്തത ഉണ്ടാക്കുക, അവിടെ നമ്മൾ അമ്പരപ്പിക്കുക, ആ ഒരു ഇതാണ്. അത് പല പല സ്ഥലത്ത് കണ്ണികൾ ഉണ്ടാക്കിയിടുക. ഇതിന് ഏറ്റവും ഒടുവിൽ പരസ്പരം കോർത്തിണക്കുന്ന ഒരു രസായന വിദ്യ ശരിക്കും ഈ രചനാ രീതിയിൽ ഷാനവാസിൻ്റെ എല്ലാ നോവലുകളിലും അതുകൊണ്ടെന്നുള്ളത്. അത് കടൽപ്പൂ വിതളുകളിൽ പോലും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമ്മളെ പിടിച്ചുകൊണ്ടിങ്ങനെ പോവുകയും പല സംഭവത്തെ ഒരുമിച്ച് വിളക്കി ചേർക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു വലയം സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇതിനകത്തും അതേപടി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ രാജൻ സാർ പറഞ്ഞ ഒരു കാര്യം, ഈ അധ്യാപകനും ഗുരുവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിവിൽ നിന്ന് അധ്യയനം നടത്തുന്നവനാണ് അധ്യാപകൻ. അപ്പോൾ അവൻ H2O എന്ന് പറയുമ്പം 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനും ചേർന്ന വെള്ളമാണെന്ന് പഠിപ്പിക്കും. പക്ഷേ ഒരു അധ്യാപകനും ഈ 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനും വെച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടില്ല. കിട്ടിയ ഒരു അറിവിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഗുരുവിൻ്റെ പ്രത്യേകത അറിയലിൽ നിന്ന് അധ്യയനം നടത്തുന്നവരാണ്. അപ്പോൾ ഗുരു പഠിപ്പിക്കില്ല. ഗുരു അറിവിൻ്റെ വാതായനത്തിൽ ശിഷ്യനെ കൊണ്ട് നിർത്തും. മുറി തുറന്ന് അകത്ത് കയറി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട ചുമതല ശിഷ്യനുള്ളതാണെന്നുള്ളതാണ്. ഇതേ രീതി തന്നെയാണ് ഷാനവാസിൻ്റെ രചനകളിലും ഉള്ളത് മൊത്തം യഥാതഥ വർണ്ണനമെന്ന് പറയും പോലെ വെട്ടി തുറന്ന് പറയില്ല, അവിടെ കൊണ്ട് നിർത്തും. ബാക്കി വായിച്ച് നിങ്ങളങ്ങ് പോകണ്ട, ബാക്കി നിങ്ങൾ കൂടി പൂരിപ്പിക്കൂ എന്നുള്ള ഒരു രീതി അത് നിലം തൊട്ട നക്ഷത്രങ്ങളിലുണ്ട്, ഈ പറയുന്ന ഗന്ധയാമിനിയിലുമുണ്ട്. അതൊരു കണക്കിന് നല്ലൊരു ഹോംവർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ നമുക്കൊരു വർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അനായാസമായ ഒഴുക്കിൽ വായിക്കാൻ പറ്റുക, വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ അങ്ങനെ തന്നെ നിലനിൽക്കുക, അതിൽ നിന്നും ഒരു രചനയ്ക്ക് നമുക്ക് അവസരം ഉണ്ടാക്കുക. ആ ഒരു രീതി അപൂർവം ചില എഴുത്തുകാർക്ക് മാത്രമുള്ളതാണ്. അതൊരു പക്ഷേ ഈ നിലം തൊട്ട നക്ഷത്രത്തിലുമുണ്ട്, അതുപോലെ തന്നെ ഗന്ധയാമിനിയിലുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം. ഇപ്പോൾ ഏതൊരു കലാപം എവിടെ ഉണ്ടായാലും അതിൻ്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്നത് കുട്ടികളും പിന്നെ സ്ത്രീകളുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ കലാപങ്ങൾ ഉണ്ടായതെന്നും ആ കലാപത്തിലൂടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചും ആദ്യം ചെറിയ ചെറിയ സൂചനകൾ തരിക. അതാണ് പറഞ്ഞത്, ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. ഒടുവിൽ അവിടെ നമ്മൾ ചെന്നെത്തുമ്പോൾ ഈ അത്ഭുതത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിപ്പിക്കുക. ആ ഒരു രീതി ഈ പറയുന്ന പൊതുവേ പുള്ളിയുടെ ഒരു രീതിയാണ്. അത് അതേപടി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ എന്താണ് ഈ അനാഥരാകുന്ന വാർദ്ധക്യം, അതിനെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് അത് ഈ കനകരാജൻ്റെ മകളിലൂടെ നമുക്ക് കൃത്യമായി സൂചിപ്പിച്ചു തരികയാണ്. കാരണം പുതിയ തലമുറയിൽപ്പെട്ട നല്ലൊരു ശതമാനം ആളുകളിൽ അവരുടെ രക്ഷകർത്താക്കളോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് യാതൊന്നുമില്ല എന്ന് വളരെ ഭംഗിയായി ബോധ്യപ്പെടുത്തത്തക്കില്ല. അതാണ് ചില സൂചനകളാണ് ഇട്ട് തരുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യുവാനും ആലോചിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത്. പിന്നെ ഈ പൂർണിമ എന്ന് പറയുന്ന ഈ കഥാപാത്രം അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ഇപ്പോഴങ്ങനെയാണ്, എല്ലാ കുട്ടികളും അങ്ങനെയാണ്, അങ്ങ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷകർത്താക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ദൈന്യത എത്ര ഭംഗിയായിട്ടാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ലോകത്ത് എവിടെ എന്ത് സംഭവമുണ്ടായാലും അത് നമ്മെക്കൂടി ബാധിക്കുന്നതാണ് എന്നൊരു കണ്ടെത്തൽ വളരെ ഭംഗിയായി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഏതൊരു സംഭവത്തിനും ഞാൻ കൂടി ഉത്തരവാദിയാണ് എന്ന ബോധം നമ്മളുണ്ടാകണമെന്നൊരു കാഴ്ചപ്പാട് ഷാനവാസിൻ്റെ രചനകളിലുണ്ട്. അതുപോലെയാണ് ലോകത്തെവിടെ എന്തുണ്ടായാലും അത് എല്ലാ സ്ഥലത്തും ബാധകമായി വരുമെന്നുള്ളത്. ഇത് ഏറ്റവും വലിയൊരു ഇപ്പോൾ കൊറോണ ആദ്യം വന്ന് ചൈനയിലാണ്, പിന്നെ ചൈനയിലല്ല, നമ്മൾ രണ്ടാമത് കാണുന്നത് തൃശ്ശൂരിലാണ്. അതുപോലെ ഉക്രൈൻ റഷ്യൻ യുദ്ധം വന്നു, പഠനം നഷ്ടപ്പെട്ട ലോകമെമ്പാടുമുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനാണ്. ഇവിടെ 2 സിഖുകാർ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നു, ലോകമെമ്പാടുമുള്ള സിഖുകാരെ വെടിവെച്ച് കൊന്നു. അതാണ് ഒരു സ്ഥലത്തൊരു സംഭവം നടന്നത് അവിടെ കൊണ്ട് തീരില്ല എന്നും അത് ലോകമെമ്പാടും ചുറ്റിക്കറങ്ങുമെന്നുള്ളൊരു കാഴ്ചപ്പാട് അത് ഈ ഗോദ്ര സംഭവത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് അത് ഗോദ്രയിൽ മാത്രമുള്ളതല്ല എന്നും അത് നമ്മുടെ രാജ്യത്ത് മൊത്തം അല്ലെങ്കിൽ ലോകമെമ്പാടും അത് പടരുന്നതിന് സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളൊരു മഹത്തായ കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് കൃത്യമായി നമുക്ക് വായിക്കുമ്പോൾ അത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഏതൊരു സംഭവത്തിനും അതിൻ്റെ അലകൾ ഉണ്ടാകുന്നത് ആ പ്രദേശത്ത് മാത്രമല്ല എല്ലായിടത്തുമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൃത്യമായും കൊണ്ടുവരുന്നതിന് ഇതിനകത്ത് സാധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻസ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് സംഭവം പോയിട്ടുണ്ട്. ഒടുവിൽ എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ കഥ ഞാൻ പറഞ്ഞ പല സ്ഥലത്തായിട്ടുള്ള കണ്ണികളെ അടുക്കി ഒരു മാലയാക്കി കോർക്കുമ്പോഴാണ് അവസാനം സുധീശൻ്റെ കേന്ദ്രത്തിലേക്ക് ഇവരെല്ലാവരും കൂടെ വന്നെത്തുകയാണ്. അവസാനം സുധീശൻ്റെ നഷ്ടങ്ങളെ പോലും നികത്തത്തക്ക രീതിയിൽ ഇത് അവസാനം കൊണ്ട് എത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കഥയെ കൃത്യമായി നമ്മെ അതിൻ്റെ കൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള ഒരു രചനാതന്ത്രം കൃത്യമായി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മറ്റേത് ഒരു മാധ്യമ രചനാ സമ്പ്രദായമാണോ അതോ ഒരു ഗുരുസ്ഥാനീയ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് പണി തരുന്നതാണോ എന്നാണ് എനിക്ക് സംശയം. കാരണം ഈ വായിക്കുന്നവനങ്ങ് വായിച്ചിട്ട് പോണ്ട, നിങ്ങൾ കൂടി ആലോചിക്കൂ എന്ന് പറയുന്ന ഒരു രീതിയല്ലേ എന്നൊരു സംശയം മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ളത്. ഏതായാലും വായിക്കുന്ന ഒരാൾ വായിച്ച് തീർത്ത് മാത്രം താഴെ വയ്ക്കുന്ന പുസ്തകമാണ് ഗന്ധയാമിനി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുവാനുള്ളത്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്തായാലും ഗന്ധയാമിനി എന്ന നോവലിൻ്റെ ഘടനാ സൗന്ദര്യം കൊണ്ടും തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ ഭാവുകത്വ പരിണാമം കൊണ്ടും ഒരു ഉജ്ജ്വലമായ സാഹിത്യകൃതിയായി വികസിപ്പിച്ചെടുക്കാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച വിമർശനങ്ങളും പരിമിതികളും മറികടന്ന് കൂടുതൽ നോവലുകളിലേക്കും കൂടുതൽ എഴുത്തുകളിലേക്കും തൻ്റെ സർഗ സൃഷ്ടിയെ വിപുലപ്പെടുത്താൻ നോവലിസ്റ്റിന് കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം. ഇനി നോവലിസ്റ്റിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ മൂന്നാമത്തെ നോവലാണ് ഗന്ധയാമിനി. അത് ഇവിടെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് ഈ പുസ്തകം ഞാനൊരു ചരിത്ര പുസ്തകമല്ല എഴുതിയത് എന്ന് ആദ്യമേ പറയട്ടെ. ഇതൊരു നോവലാണ്. രാജ് സാർ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളും ഇങ്ങനെ കാണിച്ചു തരാൻ മാത്രമേ ഒരു നോവലിസ്റ്റിന് കഴിയൂ. ചരിത്ര പുസ്തകത്തിൽ പറയുകയുന്ന കാര്യങ്ങളെ നമ്മൾ കോട്ട് ചെയ്യുകയോ അതിനെ ആവർത്തിക്കുകയോ ചരിത്രത്തെ പകർത്തി വയ്ക്കുകയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ശരിയുമല്ല. നോവൽ എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ കഥ, അതിലൂടെ ചരിത്രം അതിൻ്റെ പശ്ചാത്തലമായി വരിക, ഈ രണ്ട് കാര്യമാണ് ഞാൻ ഇത് എഴുതാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു ചരിത്ര പശ്ചാത്തലം, കേരളവും ഗുജറാത്തിലെ ഗോദ്ര കലാപവും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കും എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഗോദ്ര കലാപത്തിൻ്റെ ദുഃഖവും വേദനയും ഒക്കെ നമ്മൾ നേരിൽ കണ്ടതാണ്, വളരെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് കേരളവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കും എന്നത് ഒരു കേരളീയരായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവിടവുമായിട്ട് കണക്റ്റ് ചെയ്താണ് ഞാൻ ഈ കഥ പറയാൻ ശ്രമിച്ചത്. അത് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്നോണം ഒരു ഗ്രാമം, അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ, അവിടുത്തെ നാട്ടുചരിത്രം, ഇതെല്ലാം ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു എന്നതുകൊണ്ട് ഞാനൊരു മാധ്യമ ശൈലിയിൽ എഴുതുന്നതായിരിക്കാം, അങ്ങനെ വരുന്നതാകാം. പക്ഷേ എൻ്റെ 3 നോവലിലും ഞാൻ വ്യത്യസ്തമായ ഒരു ശില്പഘടന ബോധപൂർവമല്ലാതെ വന്നുപെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ അത് ഈ മാധ്യമ ഞാൻ പ്രവർത്തകനായിരുന്നത് കൊണ്ട് ഒരു രചനയുടെ ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു സിംപ്ലിസിറ്റി ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ പുസ്തകം വായിച്ച് അതിൻ്റെ ഒരു അർത്ഥം ഡിക്ഷണറി നോക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വളരെ ലളിതമായിട്ട് ആളുകൾ വായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എഴുതുന്നത്. പക്ഷേ അതൊരു ആളുകൾ വായിക്കുമ്പോൾ അവരിലൊരു നന്മ, സ്നേഹം, കരുണ എന്നിവ എല്ലാം ഉണ്ടാകണം. മനുഷ്യ സാഹോദര്യം ഉണ്ടാകണം. മതത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ രാജ് സാർ പറഞ്ഞ പോലെ എനിക്കത് കാണിച്ചു തരാനേ കഴിയും. മതത്തെക്കുറിച്ച് ഞാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ എൻ്റെ കൈ കാണത്തില്ല, കഴുത്ത് കാണത്തില്ല, എന്നെ വെട്ടിക്കൂട്ടിക്കളയും. അതാണ് ഇന്നത്തെ ഒരു മതപരമായ സാഹചര്യം. അപ്പോൾ ആ സാഹചര്യം നമുക്ക് ഊഹിച്ചെടുക്കാൻ പാകത്തിൽ ഞാനതിനെ ഇങ്ങനെ അവതരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊരു നോവലാണ്, മനുഷ്യൻ്റെ കഥയാണ്, ഇതൊരു ചരിത്രമല്ല എന്ന് എല്ലാവരും ഓർക്കണം. കഴിവതും അത് വായിക്കുക. പോരായ്മകൾ കാലഗണനയിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇത് എല്ലാവരും വായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു ചരിത്രമല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ കഥയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എനിക്ക് പുസ്തകത്തിൻ്റെ അനുകൂലിച്ചും അതിന് വിമർശന സ്വഭാവത്തിൽ സംസാരിക്കാനാണ് രാജൻ സാറിനെ തന്നെ കൊണ്ടുവരുന്നത്. അദ്ദേഹം നിരൂപകനായതുകൊണ്ട് എന്നെ നിലംതൊട്ട നക്ഷത്രങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് അതിഗംഭീരമായൊരു പഠനം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നതുകൂടി ഞാൻ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഇവിടെ വന്ന് എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എന്തായാലും ഇവിടെ ചർച്ചയിൽ ഉയർന്നു വന്നതുപോലെ നോവലിസ്റ്റിൻ്റെ മറുപടിയുമെല്ലാം കൂട്ടിച്ചേർത്ത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മാനവികതയുമായി ബന്ധപ്പെടുത്തി ഗന്ധയാമിനിയിലെ കഥാപാത്രങ്ങൾ സഞ്ചരിച്ചു. ആ സഞ്ചാരത്തിനൊരു ദിശാബോധമുണ്ട്, ഉത്കണ്ഠയുണ്ട്, ഭീതിയുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം ചരിത്രത്തിൻ്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തെ കൂടി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മാനവികതയെയും സമാധാന ജീവിതത്തെയും പ്രണയത്തെയും മനുഷ്യബന്ധങ്ങളെയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഈ നോവൽ കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിച്ചതായി അറിയിക്കുന്നു.